പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. സൂംബ ഡാൻസ് കേരളത്തിൽ സ്കൂളുകളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് സൂംബ ഡാൻസ് നടത്തിയാൽ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു. സൂംബ ഡാൻസ് നടത്താൻ അനുവദിക്കുകയില്ല, അത് ഞങ്ങൾ നടത്തുകയില്ല എന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്തു. സൂംബ ഡാൻസ് നടത്താൻ കഴിയില്ല എന്ന് പറയുന്നവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി പറയേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. ആ വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് മതനിരാസം എന്നതാണ്. മതനിരാസം അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗം അവരുടെ ലോകവീക്ഷണം, അവരുടെ ജീവിത വീക്ഷണം ഇതെല്ലാം തുലവും വ്യത്യസ്തമായിരിക്കും. അത് കേവലം ഭൗതികാധിഷ്ഠിതം മാത്രമായിരിക്കും. എന്നാൽ മതവിശ്വാസികൾ ഭൗതിക ലോകത്തെ പരലോക വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അത് ജീവിതത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഇങ്ങനെ രണ്ട് വിഭാഗം അവരുടെ എല്ലാ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകളും നിലപാടുകളും തുലോം വ്യത്യസ്തമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളെയും മറുവിഭാഗത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുവാനുള്ള ജനാധിപത്യ മര്യാദ കാണിക്കുക എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാത്ത ഒരു കാര്യവും ഈ ജനാധിപത്യ മര്യാദ പാലിക്കുക എന്നതാണ്. അവർ പറയുന്ന കാര്യം എല്ലാവരും റാൻമൂളി അംഗീകരിക്കുകയും അതിനെതിരെ ആരും സംസാരിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിലും നിൽക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും പറഞ്ഞാൽ അവർ തീവ്രവാദികളും ഭീകരവാദികളും പുരോഗമനത്തിന് തടസ്സം നിൽക്കുന്നവരുമാണ് എന്ന് ചാപ്പയടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ രീതി. അത്തരക്കാരായ ആളുകളോട് ആദ്യമായി പറയാനുള്ളത്, അപരന്റെ അഭിപ്രായങ്ങളെ സംഗീതം പോലെ ആസ്വദിക്കുമെന്നൊക്കെ കവിതാത്മകമായി പറയുക എന്നതല്ലാതെ അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല. അത് നടപ്പിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം എന്നാണ് ഗോവിന്ദൻ മാഷ് അടക്കമുള്ള, പിണറായി വിജയൻ അടക്കമുള്ള, ബിനീഷ് കൊടിയേരി അടക്കമുള്ള, എം സ്വരാജ് അടക്കമുള്ള, മറ്റേ ചാടിച്ചവിട്ടു ഗർഭിണിയാക്കി വിടുന്നൊക്കെ പറഞ്ഞ ഒരു ചങ്ങാതി ഉണ്ട്, അവനടക്കമുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത് അതാണ്. ഇത് ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിവാദങ്ങളെയും എല്ലാ സമകാലിക സംഭവ വികാസങ്ങളെയും ചർച്ചക്കെടുക്കാൻ. ഇനി നമുക്ക് സൂംബ ഡാൻസിലേക്ക് വരാം. ആദ്യമായി ഒരു കാര്യം പറയട്ടെ. എല്ലാവിധ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് കേരളം കാത്തു സൂക്ഷിക്കുന്ന സാംസ്കാരികമായ തനിമ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തരായ ആളുകൾ കൊണ്ടു നടക്കുന്ന അവരുടെ സാംസ്കാരിക സവിശേഷതകളെ അപായപ്പെടുത്താത്ത രൂപത്തിൽ ഒരു സൂംബ ഡാൻസ് കളിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതാദ്യമായി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്ന സൂംബ ഡാൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, സൂംബ ഡാൻസ് നിഷ്കളങ്ക പരിപാടിയായി നടപ്പിലാക്കാൻ തീരുമാനിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, എന്ന് അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല. നേരത്തെ ആദ്യം പറഞ്ഞ മതവിരുദ്ധരായ മതനിരാസപരമായ കേവല ഭൗതികവാദികളായ ആളുകളുടെ അഭിപ്രായം, അവരുടെ ജീവിത കാഴ്ചപ്പാട്, സർവതന്ത്ര സ്വതന്ത്രവാദം, അത് ക്യാമ്പസുകളിലൂടെ സ്കൂളുകളിലൂടെ കൗമാരക്കാരിലേക്ക് കുത്തിച്ചെലുത്താൻ നേരത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്
ചില സംഗതികൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചുരുട്ടി മാളത്തിലേക്ക് വെക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേ കാഴ്ചപ്പാട് മറ്റൊരു രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്കിടയിലൂടെ നടപ്പിലാക്കുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് ഒരു വിഭാഗം ആളുകൾ സംശയിക്കുന്നു. അത് സംശയിക്കാനുള്ള കാരണം, സൂംബ ഡാൻസ് നടത്താനുള്ള തീരുമാനം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ചർച്ചയ്ക്ക് വെക്കുകയോ അങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് കേരള ജനതയെ അറിയിക്കുകയോ ചെയ്യാതെ ഒരു വിഭാഗം അവരുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള ചില സംഗതികൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അതിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരിക എന്നത് അംഗീകരിക്കുവാനുള്ള, അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി അംഗീകരിക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഈ ഫാഷിസ്റ്റ് മനോഗതിയുള്ള ആളുകൾ മാറി വരികയാണ് വേണ്ടത്. അപ്പോൾ ചർച്ചക്കെടുക്കാതെ, കേരളീയ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നേരത്തെ അവതരിപ്പിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇതാ ക്യാമ്പസുകളിലൂടെ, സ്കൂളുകളിലൂടെ സൂംബ ഡാൻസ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച്, അതുകൊണ്ടുണ്ടാകാവുന്ന കോട്ടങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ചർച്ച നടക്കുക എന്നത് ആവശ്യമാണ്. അത്തരം ചർച്ചകളെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും 1979 ഡിസംബറിൽ മരിച്ചുപോയ മൗദൂദിയുടെയും തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് ശരിയായ രീതിയല്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളെ മൗദൂദിയുടെ മേൽ വെച്ച് കെട്ടിയാലും ആ മൗദൂദിയാണ് കേരളത്തിൽ ഇത്തരം അഭിപ്രായം പറയുന്ന ആളുകൾ മുഴുവൻ എന്ന് നിങ്ങൾ നിരന്തരമായി പറഞ്ഞാലും ആളുകൾ അവരുടെ അഭിപ്രായം പറയാതിരിക്കുകയില്ല. അതിനൊക്കെയുള്ള ഒരു സാമൂഹികമായ ശേഷി ഇപ്പോൾ ആളുകൾ നേടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിലമ്പൂരിൽ നിങ്ങൾ ഇപ്പോൾ മൗദൂദിയെ ജയിപ്പിച്ചു വിട്ടു. ഇനി കേരളത്തിലുടനീളം നടക്കുന്ന എല്ലാ സംഗതികളും മൗദൂദിയാണ്, എല്ലാം മൗദൂദി, അത് മൗദൂദി, ഇത് മൗദൂദി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മൗദൂദിവൽക്കരിക്കുവാനുള്ള നിങ്ങളുടെ ഈ ഹീനമായ ശ്രമത്തെ ബിനീഷ് കൊടിയേരി അടക്കമുള്ള അദ്ദേഹം കെട്ടിറങ്ങിയപ്പോ പിന്നെ അത് മാറ്റി എന്നാണ് പറയുന്നത്. ഒരാൾ അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടത് ഈ ട്രോളിൽ അങ്ങനെയാണ് പറയുന്നത്. കെട്ടിറങ്ങുന്നതിന്റെ മുൻപാണ് ഇത് മൗദൂദി എന്ന് പറഞ്ഞത്. കെട്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് മൗദൂദി അല്ല എന്നാണ്. ഇത് ഒരു ബോധ്യത്തിന്റെയോ തിരിച്ചറിവിന്റെയോ ഒന്നും അല്ല, ഒരു തരം നേരത്തെ നിലനിൽക്കുന്ന മാനസിക ഘടനയുടെ പ്രശ്നമാണ്. അപ്പൊ പറയാൻ വന്ന വിഷയം, സൂംബ ഡാൻസിലൂടെ കുട്ടികൾക്കിടയിൽ ആൺപെൺ വ്യത്യാസവും അവർക്കിടയിലുള്ള ഒരു നിയന്ത്രണവും അവർക്കിടയിലുള്ള ചില പരിധികളും ചില അതിരടയാളങ്ങളും പാലിക്കേണ്ടതുണ്ട് എന്ന് കേരളീയ സമൂഹം പതിറ്റാണ്ടുകളായി എന്നല്ല സഹസ്രാബ്ദങ്ങളായി കാത്തു സൂക്ഷിച്ചു പോരുന്ന മൂല്യങ്ങളെ ഇത്തരം സംഗതികളിലൂടെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ആളുകൾ സംശയിക്കുക സ്വാഭാവികമാണ്. അതിനുള്ള അവസരങ്ങളൊന്നുമില്ലാതെ കുട്ടികൾ ഒരു സൂംബ ഡാൻസ് വേണമെങ്കിൽ കളിച്ചോട്ടെ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കോസ്, സൈൻ, തീറ്റ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് A² + B² = A, അങ്ങനെ ഇതൊക്കെ പഠിച്ചിട്ട് കുട്ടികൾക്ക് എന്ത് കാര്യം കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറെ ട്രോളുകൾ വരാറുണ്ടല്ലോ. ഇതേപോലെ ഒരു അസംബന്ധം അങ്ങനെയും നടക്കട്ടെ. അതുകൊണ്ട് കുട്ടികൾ ലഹരി മുക്തമാകും എന്നതിന് യാതൊരു ശാസ്ത്രീയമായ തെളിവുകളും ഇല്ല. ഈ പറയുന്ന ആളുകൾക്കും അങ്ങനെ അഭിപ്രായമില്ല. ലഹരിയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി കതിരിൽ വളം വെക്കുന്നത് പോലെയല്ല, ഇലയിൽ വളം വെക്കുന്നത് പോലെയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ വേര് കണ്ടെത്തി ആ വേരിലാണ് വളം വെക്കേണ്ടത്, അപ്പോഴാണ് അത് ഫലപ്രദമാവുക. ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ലഹരിയെ നിങ്ങൾ പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിത കാഴ്ചപ്പാടിനെ കൃത്യപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് മഹത്തായ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു സംഗതിയാണ് എന്നും സമൂഹത്തിൽ വളർന്നു വരുന്ന
പുതുതലമുറ സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി മാറി വരേണ്ടവരാണ് എന്നും അവർ ഈ സമൂഹത്തിന് ഗുണം ചെയ്യാനുള്ള ആളുകളാണ് എന്നും അതിനു വേണ്ട ശേഷികളും ശേമുഷികളുമാണ് നേടിയെടുക്കേണ്ടത് എന്നും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് അവരകപ്പെട്ടിട്ടുള്ള എല്ലാ അധാർമികതകളിൽ നിന്നും അവരെ മോചിപ്പിക്കുവാനുള്ള മാർഗം. അതിനു പകരം ഒരുതരം ഉന്മാദാവസ്ഥയിലാണ് അവർ ലഹരിയുടെ അടിമകളായി തീരുന്നത്. അതേപോലെയുള്ള ഒരു ഉന്മാദാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോയി അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കാം എന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വേണ്ടത്ര ഫലപ്രദമായ രീതിയല്ല. അതും ഒരുപക്ഷെ ഒരുപാട് രീതികളിൽ ഒരു രീതി ആയേക്കാം. അത്തരത്തിലുള്ള സംഗതികൾ അതിൻ്റെതായ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാം. പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങളും ചില നിയമങ്ങളും ചില കൃത്യതകളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ അവരെ മുഴുവൻ മൗദൂദികളാക്കുന്ന നിങ്ങളുടെ ഈ അഭിനവ നിലപാടുകളുണ്ടല്ലോ, ഇത് നിങ്ങൾ പുനഃപരിശോധിക്കുകയാണ് വേണ്ടത് എന്ന് എല്ലാ സഖാക്കളോടും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ പുഴുവരിക്കുന്ന ഉറുമ്പരിക്കുന്ന പാശ്ചാത്യൻ സംസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പാശ്ചാത്യൻ സമൂഹം അവിവാഹിത അമ്മമാരെ കൊണ്ടും ഉത്തരവാദിത്വ ബോധമില്ലാത്ത പുതുതലമുറകളെ കൊണ്ടും വേർപ്പുമുട്ടി കഷ്ടപ്പെട്ട് കഴിയുന്ന സാമൂഹ്യ സാഹചര്യത്തെ പഠിച്ചെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് പറയുമ്പോൾ സൂംബ ഡാൻസ് കളിക്കാൻ നിന്ന എല്ലാ പെൺകുട്ടികളും അവിഹിത ഗർഭം ധരിക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടെങ്ങാനും വാദിച്ചു പോകരുത്. അതല്ല ഈ പറയുന്നത്. അതിലേക്ക് അങ്ങനെ ഒരു സാമൂഹിക ക്രമത്തിലേക്ക് ആണും പെണ്ണും തമ്മിലുള്ള ഇടകലരലിലൂടെ അവർക്ക് തമ്മിലുള്ള എല്ലാ ആ കൗമാരപ്രായത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ശാരീരിക മാറ്റങ്ങളുടെ ഒരു കാലത്ത്, ഹോർമോൺ വ്യതിയാനങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ബുദ്ധി വേണ്ടത്ര പക്വത പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് അവരുടെ മൃദുല വികാരങ്ങളെ തട്ടിവിടാനും അത്തരം അവരുടെ താല്പര്യങ്ങളെ പ്രചോദിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അവരത് പ്രായോഗികവൽക്കരിക്കുകയും അത് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭംഗം വരികയും ചെയ്യുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കാഴ്ചപ്പാടുള്ള ബോധമുള്ള ആളുകൾ ഇതിലൊക്കെ തന്നെ ചില കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കാൻ തയ്യാറാവുകയും അത് നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം കുട്ടികളെ കൂട്ടം കൂട്ടമായി നിന്ന് ചാടിക്കളിക്കാൻ പഠിപ്പിച്ചാൽ അതുകൊണ്ട് എല്ലാ പ്രശ്നവും തീരും എന്ന് വിചാരിക്കരുത് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ സഹപാഠിയുടെ നെഞ്ചിലേക്ക് ചാടിച്ചവിട്ടി അച്ഛനില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ ആളാണ് നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി എങ്കിൽ ആ പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലുള്ള സംഗതികൾ മാത്രമേ വരൂ എന്ന് കേരളത്തിന് തിരിച്ചറിയാൻ കഴിയും. അത് നിങ്ങളുടെ സംസ്കാരം, അത് നിങ്ങളുടെ അടുപ്പിൽ 4 മടക്കി അതിലിട്ട് വേവിച്ചാൽ മതി. അത് കേരളീയ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.